ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനോടകം തന്നെ ജൂലൈ 2026 റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും തന്നെയാണ് കരുതുന്നത്. നമ്മൾ ഓരോ ഇയർ കഴിയുമ്പോഴും അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് ആണെങ്കിൽ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും നമ്മുടെ ഇഗ്നുവിലെ രജിസ്ട്രേഷൻ നമ്മൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. ആ പുതുക്കുന്ന പ്രക്രിയയാണ് റീ രജിസ്ട്രേഷൻ എന്നുള്ള പേരിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റീ രജിസ്ട്രേഷൻ ചെയ്യാത്ത പക്ഷം നമുക്ക് ഫസ്റ്റ് ഇയറിലുള്ള ലേണർക്ക് സെക്കൻഡ് ഇയറിലേക്കും അതുപോലെ തന്നെ ഫസ്റ്റ് സെമ്മിലുള്ള ലേണർക്ക് സെക്കൻഡ് സെമ്മിലേക്കും ഒന്നും തന്നെ പോകാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇഗ്നു നിർബന്ധമായിട്ടും ചെയ്യാൻ പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റീ രജിസ്ട്രേഷൻ. സോ റീ രജിസ്ട്രേഷന്റെ പോർട്ടൽ ഓപ്പൺ ആയ സ്ഥിതിക്ക് എങ്ങനെ വളരെ ക്വിക്ക് ആയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. ഒരു ക്വിക്ക് വീഡിയോ ആണ്, പക്ഷേ റീ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരിക്കും. സോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക, മൊത്തമായി തന്നെ കാണുക. മറ്റു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലും അതുപോലെ തന്നെ ലേൺവൈസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഇഗ്നുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും താഴെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യമേ പോവേണ്ടത് നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടലിലേക്കാണ്. ഇപ്പോൾ ടേം ആൻഡ് എക്സാമിനേഷൻ ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെയിം പോർട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ സ്റ്റുഡന്റ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. അതുപോലെ തന്നെ ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യാം. സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റീ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ സ്റ്റുഡന്റ് എന്നുള്ള ഓപ്ഷന്റെ താഴെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റുഡന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റീ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. സോ റീ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അവിടെ നമ്മളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ നമ്മളുടെ കറന്റ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ പോവേണ്ടത് ഈ ഒരു ഓപ്ഷനിലാണ്. സെക്കൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാം, റീ രജിസ്ട്രേഷൻ ഓപ്പൺ ഫോർ 2026 ജൂലൈ സെമസ്റ്റർ 3. ഇതിപ്പം MBA ആണ്, അതുകൊണ്ട് തന്നെ സെമസ്റ്റർ 3ലേക്കുള്ള തേർഡ് സെമസ്റ്ററിലേക്കുള്ള പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഇപ്പം റീ രജിസ്ട്രേഷൻ കാണിക്കുന്നതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് MBFM ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളൊരു കോഴ്സാണ്. സോ അതിലെ എല്ലാ പേപ്പേഴ്സും തേർഡ് സെമ്മിലേക്ക് വരുമ്പോൾ കമ്പൽസറി ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കമ്പൽസറി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേപ്പറുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഭൂരിഭാഗം വരുന്ന മറ്റ് കോഴ്സുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പേപ്പറുകൾ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ എന്ത് രീതിയിൽ അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയയിൽ പേപ്പർ ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾക്ക് താല്പര്യമുള്ളൊരു പേപ്പർ ആയിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് സപ്പോർട്ട് ലഭിക്കും എന്നുള്ള സപ്പോർട്ട് ഉറപ്പാക്കുന്ന പേപ്പേഴ്സ് ആയിരിക്കണം. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മൾക്ക് എഴുതി നല്ല മാർക്ക് നേടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ എലക്ടീവ്സ് സെലക്ട് ചെയ്യാൻ. മാൻഡേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പേപ്പേഴ്സ് നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിലൊരു ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ അതേ സ്ഥാനത്ത് എലക്ടീവ്സിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് ലഭിക്കുന്ന പേപ്പേഴ്സ് തന്നെ എല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് അവിടെ സ്റ്റഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പറയുന്നത് ഒന്നുകിൽ നമ്മൾക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രിന്റഡ് ആയിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വരുത്താൻ സാധിക്കും, അതല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ട് ഓൺലൈൻ കോപ്പി എന്നുള്ള രീതിയിൽ തന്നെ സോഫ്റ്റ് കോപ്പി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് കോഴ്സിന് പേ ചെയ്യേണ്ട ഫീസിൽ നിന്ന് ഒരു 15% റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഭൂരിഭാഗം വരുന്ന ലേണേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ലേണേഴ്സും തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വീട്ടിലേക്ക് വരുത്താറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി അത് അവിടെ സെലക്ട് ചെയ്യണം. പിന്നീട് ചേഞ്ച് ചെയ്യുക പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിന്റഡ് ആയിട്ട് വീട്ടിലേക്ക് മെറ്റീരിയൽസ് വരണോ അതോ സോഫ്റ്റ് കോപ്പി മതിയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. സോ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരിക പ്രിന്റഡ് ഫോമിലുള്ള മെറ്റീരിയൽസ് വേണം എന്നുള്ളതാണ്. ഇനി അതല്ല ഡിജിറ്റൽ ഫോം ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് മേലെ സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ പ്രിന്റഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ആൻഡ് നമ്മളുടെ പേപ്പർ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മൾക്ക് ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഫീ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്ക് പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI വെച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെറ്റ് ബാങ്കിങ് വെച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ UPI ഒക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ട്. ഇനി അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് വെച്ച് നമുക്ക് പേയ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് റീ രജിസ്ട്രേഷൻ എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് വേണം, കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഏതൊക്കെ പേപ്പേഴ്സ് എടുക്കണം, എന്തൊക്കെ സപ്പോർട്ട് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. എന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വളരെ നല്ല രീതിയിൽ നമ്മളുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് സെമ്മിലേക്കുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ ഏതൊരു കോഴ്സിനാണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസിനായിട്ട് ലേൺവൈസിനെ സമീപിക്കാം. 40-ലേറെ വരുന്ന കോഴ്സുകൾക്കുള്ള സപ്പോർട്ട് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേൺവൈസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടും ഇഗ്നുവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും റീ രജിസ്ട്രേഷൻ
തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുക. സോ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വിവരങ്ങളും അറിയുന്നതിനായിട്ട് ലേൺവൈസ് യൂട്യൂബ് ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേൺവൈസിനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വാട്സാപ്പിലും കമ്മ്യൂണിറ്റി ചാനലുണ്ട്. ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് അതിലൂടെ ഒരു അപ്ഡേറ്റും മിസ്സാവുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാനാവുന്നതാണ്. സോ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.